സത്യപ്രതിജ്ഞാ ചടങ്ങില് എന്താ ഉണ്ടായത്? സത്യപ്രതിജ്ഞാ ചടങ്ങില് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതിന്റെ പ്രോട്ടോകോൾ മുഴുവൻ തീരുമാനിക്കുക ലോക് ഭവനാണ്. അപ്പൊ അവര് തീർച്ചയായിട്ടും വന്ദേ മാതരം പാടാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ പണ്ട് നമ്മൾ കീഴ്വഴക്കനുസരിച്ച് ആദ്യത്തെ 2 സ്റ്റാൻസേ പാടാറുള്ളൂ എന്നാ. ഇപ്പൊ മുഴുവൻ 6 സ്റ്റാൻസയും പാടിയുന്ന. ഈ 2-ന് ശേഷമുള്ള സ്റ്റാൻസയിലാണ് അത്ര വിയോജിപ്പ്. ഞാൻ നോക്കുമ്പോ ഈ 2-ന് ശേഷമുള്ള സ്റ്റാൻസയിൽ എന്താ ഭൂമി ദേവിയെ കുറിച്ചും ഈ പറഞ്ഞ ഭൂമിയെ ദേവിയായി കാണുകയും നമ്മൾ ഭാരത് മാതാ വിഷയത്തിലുണ്ടായ തർക്കം ലീഗിന്റെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ ലീഗ് പറഞ്ഞുകൊണ്ടിരുന്നത് ഭൂമിയെ ദേവിയായിട്ട് അങ്ങനെ ഭാരതത്തെ ദേവിയായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, അത് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. അപ്പൊ അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു വന്ദേ മാതരം ആലപിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. അതിപ്പോ ആർലേക്കർ പറഞ്ഞത് കൊണ്ടായിക്കോട്ടെ, ഇനി ഭാരതത്തിന്റെ തന്നെ ഒരു നയമായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തിനെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് ഒരു ഗീതം പാടുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൽ മറ്റൊരു ജാതി മത ഇതൊക്കെ ചേർക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഇപ്പോഴല്ല. സത്യത്തിൽ ലീഗും അല്ല. ഇതിനു മുമ്പ് ദേശീയ പ്രസ്ഥാനത്തില് ഈ മൗലാനാസ് ഉണ്ടല്ലോ, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത്, ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ പ്രകടമായ വിഭാഗീയത ഉണ്ടായിരുന്നു. അത് പ്രതിത ചർച്ച ആ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. ഹിന്ദു മുസ്ലിം റിവോൾട്ട് വലിയ തോതിലുണ്ടായിരുന്നു. 2 മനുഷ്യർക്ക് എല്ലാ യോഗ്യതയും ഉണ്ടായിട്ട് AICC പ്രസിഡന്റ് ആവാൻ പറ്റിയിട്ടില്ല. ഒന്ന് അങ്ങ് വടക്ക് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അതിർത്തി ഗാന്ധി, ഓർമ്മയില്ല, AICC പ്രസിഡന്റ് ആയിട്ടില്ല. ഇങ്ങ് തെക്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് AICC പ്രസിഡന്റ് ആവാൻ പറ്റിയിട്ടില്ല. വേറെ എന്താണെന്ന് വെച്ചാൽ ഈ വിഭാഗീയത വലിയ തോതിലുണ്ടായിരുന്നു. ഒരു ഘട്ടം എത്തിയപ്പോൾ വളരെ കൂടുതലായിരുന്നു. തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ മൂവ്മെന്റിൽ ഈ ഹിന്ദു മുസ്ലിം ഒരു തരം ഡിവൈഡ് ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഉണ്ടായതാണത്. വന്ദേ മാതരം പാടിക്കൂടാ എന്ന് ദേശീയ പ്രസ്ഥാനത്തിലെ മുസ്ലിം നേതാക്കളാണ്. അതുകൊണ്ട് അതിന് ചരിത്രമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ആ കാലമല്ല ഈ കാലം. എന്തുകൊണ്ടാണെന്നറിയോ? ആരൊക്കെ മാറിയെന്നറിയോ? ഇപ്പോ ഇതൊരു നോൺ ഇഷ്യൂ അല്ലേ? ഇപ്പോ ഒരു ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാജ്യത്തെ ഭൂമി ദേവിയെ ആരാധിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് ഭൂമി ദേവിയാണ് ആണല്ലോ, പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്നവരാണ്. അങ്ങനെ ഒരു സങ്കല്പത്തില് ഭൂമി ദേവിയെ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥന ദേശീയ ഗാനത്തില് ഉണ്ടായി എന്നതുകൊണ്ട് എന്ത് ഇഷ്യൂ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് അത് കാലാനുസൃതം മാത്രമല്ല. അപ്പൊ ബി ജെ പി നാട് ഭരിക്കുന്നതുകൊണ്ടോ നരേന്ദ്രമോദി നാട് ഭരിക്കുന്നുണ്ടോ ആർലേക്കർ ഗവർണർ ആയതുകൊണ്ടോ അല്ല. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമും മാറുന്നു കാലത്തിന് ശേഷം. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ഇന്ത്യയിലെ മുസൽമാനെ നയിച്ച കാലമല്ല. മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് അല്ല, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, മുഹമ്മദ് അലി ജിന്നയുടെ ലീഗ് ഭരിച്ച കാലമല്ല. പുതിയ ഇസ്ലാം എന്താ ആവശ്യപ്പെടുന്നത് അറിയോ? പുതിയ ഇസ്ലാം ഗ്രീൻ ഇസ്ലാമാണ്. ഇസ്ലാമും മാറുന്നു. അവരെന്താണെന്നറിയോ? പരിസ്ഥിതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ, സെമിറ്റിക് മതങ്ങൾക്ക് അകത്ത് എവിടെയെങ്കിലും ഭൂമിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടോ? മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുള്ളൂ.